മുഖ്യമന്ത്രിക്ക് വിഹിതം നൽകിയാൽ എന്തു കൊള്ളയും നടത്താവുന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ UDF പിറവം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കുറ്റവിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. ജനാധിപത്യപരമായി സമരം ചെയ്യുന്നവരെ പോലീസിനെയും ഗുണ്ടകളെയും ഉപയോഗിച്ച് കായികമായി നേരിടാനാണ് പിണറായി ശ്രമിക്കുന്നതെന്നും ഇതുകൊണ്ടൊന്നും സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുകയില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. കേരളം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെ പോവുകയാണ്. ട്രഷറി പൂട്ടി, അതായത് ഖജനാവ് പൂട്ടി താഴിട്ടിട്ടാണ് ധനകാര്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കൂടെ ടൂറിന് പോയിരിക്കുന്നത്. സമരങ്ങൾക്ക് നേരെ ആക്രമണം തുടർന്നാൽ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പിണറായിക്ക് ജനങ്ങളെ ഭയമാണെന്നും വാഹനങ്ങളുടെയും പരിവാരങ്ങളുടെയും അകമ്പടിയോടെ നടക്കുന്ന പിണറായി വിജയൻ കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ കോമാളിയായി മാറിയെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. UDF പിറവം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കുറ്റവിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF നിയോജക മണ്ഡലം ചെയർമാൻ KR ജയകുമാർ അധ്യക്ഷത വഹിച്ചു. MLA അനൂപ് ജേക്കബ് യോഗത്തിൽ പ്രഭാഷണം നടത്തി. സർക്കാരിന്റെ അഴിമതിയും സർക്കാരിന്റെ ധൂർത്തും ഇതെല്ലാം മറച്ചുവെക്കുവാൻ, സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ മറച്ചുവെക്കുവാൻ വേണ്ടി ഒരു മറയായി ഇന്ന് നവകേരള സദസ്സുമായി ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്ന് ഊരു ചുറ്റുകയാണ്. എന്ത് പ്രയോജനം ഈ നവകേരള സദസ്സുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിനുണ്ടാവുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചോദിക്കുന്ന ലളിതമായ ചോദ്യം. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, ഫ്രാൻസിസ് ജോർജ്, VJ പൗലോസ്, ഡൊമിനിക് പ്രസന്റേഷൻ, ജെയ്സൺ ജോസഫ്, IK രാജു, രാജു പാണാലിക്കൽ, KR പ്രദീപ് കുമാർ, സുനിൽ മത്തായി, വിൽസൺ K ജോൺ, റീസ് പുത്തൻവീടൻ, CA ഷാജി, PC ജോസ്, R ഹരി, ജോണി അരീക്കട്ടിൽ, MM ബഷീർ, MP ജോസഫ്, തോമസ് മല്ലിപ്പുറം, അരുൺ കല്ലറയ്ക്കൽ, ഡോമി ചിറപ്പുറം, ഷാജു ഇലഞ്ഞിമറ്റം, സൈബ താജുദ്ദീൻ, ജയ സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ നവകേരള സദസ്സ് എന്ന് പറയുന്ന ഈ അശ്ലീല സദസ്സ് ഇത് കേരളത്തിലെ സാധാരണക്കാരനും പാവപ്പെട്ടവനും വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയല്ല. ഇത് UDF നേതാക്കന്മാർ എറണാകുളം ജില്ലയിൽ വന്നപ്പോൾ പ്രതിപക്ഷ നേതാവിന്, UDFന്റെ MLA മാർ, കോൺഗ്രസിനെയും UDFനെയും വളരെ മോശമായി പറയാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു സദസ്സായി ഈ സദസ്സ് ഇന്ന് മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.